ഞാൻ ഡോക്ടർ വസുധ KS. ഇന്നിവിടെ സംസാരിക്കുന്നത് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകളിൽ ഒന്നായിട്ടുള്ള വമനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ്. ശരീരത്തിലെ കഫജന്യമായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ചികിത്സയാണ് വമനം. ഔഷധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിനുള്ളിലുള്ള കഫദോഷങ്ങളെ ഛർദി വഴി പുറത്തേക്ക് കളയുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് വമനം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഒബേസിറ്റി, അലർജി, ഡയബറ്റിസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, സ്കിൻ ഡിസീസ് എന്നിവയ്ക്ക് വമനം ഫലപ്രദമാണ്. വമനം ചെയ്യുന്നതിന് മുന്ന് പൂർവ്വകർമ്മങ്ങൾ അത്യാവശ്യമാണ്. അതായത് സ്നേഹപാന വിധിയോട് കൂടിയിട്ടാണ് വമനം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. രോഗിയുടെയും രോഗത്തിന്റെ അവസ്ഥയനുസരിച്ച് നിർദ്ദിഷ്ടമായിട്ടുള്ള നെയ്യ് നമ്മൾ ദിവസവും രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള ഡോസിൽ കുടിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഇതിനെയാണ് സ്നേഹപാനം എന്ന് പറയുന്നത്. സ്നേഹലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രോഗിയെ നമ്മൾ എണ്ണ തേച്ചൊരു മസാജും അതുപോലെ തന്നെ ആവിക്കുളിയും ചെയ്യാറുണ്ട്. വമനം ചെയ്യുന്നതിന്റെ തലേ ദിവസം രോഗിയോട് കഫവർദ്ധകങ്ങളായിട്ടുള്ള ആഹാരങ്ങളായിട്ടുള്ള ഉഴുന്നുവട, തൈരുവട, ധാരാളം മധുര പലഹാരങ്ങൾ എന്നിവ കഴിക്കാൻ പറയാറുണ്ട്. ഇത് കോശത്തിന് പുറത്തു വന്നിട്ടുള്ള ദോഷങ്ങളെ വയറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കഫവർദ്ധകമായിട്ടുള്ള ഒരു സമയത്താണ് വമനം എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. വമനകർമ്മത്തിന് ശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണം, വിശ്രമം, ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിക്കേണ്ടതാണ്. വമനം ശരീരശുദ്ധി നടപ്പാക്കുന്നതിനൊപ്പം തന്നെ രോഗങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു.